പത്തനംതിട്ട തിരുവല്ല കുറ്റൂരിൽ സ്ത്രീകൾ മാത്രമുള്ള വീടിന് നേരെ ആക്രമണം നടത്തിയ സംഭവത്തിൽ CCTV ദൃശ്യങ്ങൾ പുറത്ത്. തുകലശ്ശേരി സ്വദേശി ഉമാദേവിയുടെ കാറിന്റെ ചില്ലുകളാണ് കഴിഞ്ഞ ദിവസം അജ്ഞാതൻ തകർത്തത്. ഇത് സംബന്ധിച്ച ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ പത്തനംതിട്ടയിൽ നിന്ന് ഹാൻസ് ജോൺ ചേരുന്നുണ്ട്. ഹാൻസ്, ഈ പോലീസിന്റെ അന്വേഷണം ഏതു ദിശയിലാണ്? എന്തെങ്കിലും സൂചനകൾ ലഭിച്ചിട്ടുണ്ടോ? സംഗീത, നിലവിൽ പ്രതിയെക്കുറിച്ച് യാതൊരു വിധത്തിലുള്ള സൂചനയും പോലീസിന് ലഭ്യമായിട്ടില്ല. തിരുവല്ല പോലീസ് ഈ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം ഇപ്പോൾ ഊർജിതമാക്കിയിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസമാണ് സ്ത്രീകൾ മാത്രം താമസിക്കുന്നത്, പ്രധാനമായും ഈ പരാതിക്കാരിയായ ഉമാദേവിയും അദ്ദേഹത്തിന്റെ മാതാവായ ശാന്താകുമാരിയും മാത്രം താമസിക്കുന്ന വീട്ടിലാണ് അജ്ഞാതന്റെ ആക്രമണം ഉണ്ടായത്. ഇവരുടെ കാർ പോർച്ചിൽ, വീടിന്റെ പോർച്ചിൽ സൂക്ഷിച്ചിരുന്ന കാറിന്റെ ചില്ല് അടിച്ച് തകർക്കുകയായിരുന്നു. ഇതിനോടൊപ്പം കാറിന്റെ ഹാൻഡിലും തകർത്തിരുന്നു. ഇതിനെ തുടർന്ന് ഇവർ ഇന്നലെ തന്നെ തിരുവല്ല പോലീസിൽ പരാതി നൽകുന്നതിനെ തുടർന്നാണ് അന്വേഷണം ആരംഭിച്ചത്. ഈ ഉമാദേവിയുടെ വീട്ടിൽ ഘടിപ്പിച്ചിരുന്ന CCTVയിൽ നിന്നാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ ലഭ്യമായിരിക്കുന്നത്. ഈ CCTV ദൃശ്യങ്ങൾ പ്രകാരം ഇതിന് ഒരു സാങ്കേതിക തകരാറ് ഉണ്ടായിരുന്നു. അത് പരിഹരിച്ചുകൊണ്ട് നോക്കിയപ്പോഴാണ് ഏകദേശം ഞായറാഴ്ച വെളുപ്പിന് 2 മണിയോടെ ഈ അജ്ഞാതൻ വീടിന്റെ പിൻഭാഗത്ത് പ്രവേശിക്കുന്നതായി ദൃശ്യങ്ങളിൽ തെളിവായത്. പക്ഷേ ഇദ്ദേഹമാണ് പ്രതി എന്നുള്ള രീതിയിലേക്ക് പോലീസ് ഇതുവരെ എത്തിച്ചേർന്നിട്ടില്ല. ഇദ്ദേഹം ആരാണെന്ന് കണ്ടെത്തി ഇദ്ദേഹത്തെ ചോദ്യം ചെയ്തതിനു ശേഷം മാത്രമേ പോലീസിന് അത്തരത്തിലുള്ള ഒരു നിഗമനത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയുള്ളൂ. കാരണം CCTV ദൃശ്യങ്ങൾ പ്രകാരം ഇദ്ദേഹം വീടിന്റെ പിൻവശത്തുകൂടെ വരുന്നതാണ് നമുക്ക് വ്യക്തമാകുന്നത്. ഇതിനെ തുടർന്ന് പോലീസ് എന്തായാലും അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഈ പ്രതിയെ കസ്റ്റഡിയിലെടുത്തതിനു ശേഷം മാത്രമേ ഈ കേസിൽ കൂടുതൽ വ്യക്തത വരികയുള്ളൂ. ശരി ഹാൻസ്, പത്തനംതിട്ടയിൽ നിന്ന് ഹാൻസ് ജോണാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.